1,00,000 രൂപ ഉണ്ടാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കക്കാൻ പോവാ. നിനക്ക് ഭ്രാന്താ? ഇവിടെ ഞങ്ങൾക്കും കിറുക്ക് വരും. ഏയ് നീ എന്നെ കളിയാക്കുവാണോ? അല്ലെന്നേ, കാര്യമായിട്ട് പറയുവാ. കക്കാൻ പോവാനോ? ഓൾ ഈസ് റൈറ്റ് ഇൻ ലവ് ആൻഡ് വാർ എന്നാണ് പ്രമാണം. ആ ദുബായ് സേഠിന്റെ വീട്ടിൽ കയറിയാൽ മതി. എങ്ങനെ തപ്പിയാലും 1,00,000 നിസാരമായി കാണും അവിടെ. എന്നാലും എന്നാലും ഇല്ല. കാര്യം നടക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ കക്കാൻ പോകുന്നത്. മാത്രമല്ല 1,00,000 രൂപയല്ലാതെ ഒരു പൈസ പോലും നമ്മൾ കൂടുതൽ എടുക്കുകയില്ല. അപ്പൊ പിന്നെ ദൈവം നമ്മുടെ ഭാഗത്തേ നിൽക്കൂ. മതിൽ ചാടി കിടക്കണം. അതെന്തിനാ? ഗേറ്റ് തുറന്നു കിടപ്പുണ്ടല്ലോ. കക്കാൻ വരുമ്പോ മതിൽ ചാടിയേ കക്കാവൂ. അതാ അതിന്റെ ഒരു ശരി. അയ്യോ, എന്റെ 2 കാലം ഒറ്റയോടെ. എന്നെ പിടിച്ചു. ഒരു ദുബായ് മണമുണ്ട്. ഇവിടെ വാടേ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഭയങ്കര ചൂട് മുത്തച്ഛ. അയ്യോ 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 അയ്യോ. Good morning. 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 നമസ്തേ. Good morning. ഒന്നാകും കൊച്ചു തുമ്പി നിന്റെ കൂടെ പോരാമോ? എന്റെ കൂടെ പോന്നാകിൽ പിന്നെല്ലാം തരമെനിക്ക്. കളിപ്പാൻ ഞാൻ കളഞ്ഞരുവേ, കുളിപ്പാൻ ഞാൻ കുളഞ്ഞരുവേ, ഇട്ടിരിപ്പാൻ കൊണ്ടെടുക്ക്. അല്ല, 2 പേരും ഉണ്ടല്ലോ. ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കുക. ഇതൊക്കെ നമ്മുടെ ഫാമിലീസാ. അകത്ത് ഇരിപ്പുണ്ടോ? 2 ഭാര്യമാരോ? അതങ്ങനെ പറ്റിപ്പോയി. പക്ഷെ ദോഷം പറയരുതല്ലോ, ഒരു പരിഭവമില്ല. 2 പേരും തമ്മിൽ വലിയ സ്നേഹം. അത് തന്നെ ഒരു മഹാഭാഗ്യം. എന്നാലും എന്റെ സ്വാമി, ഞങ്ങളൊക്കെ വള്ളി കളസം വിട്ട് നടക്കുമ്പോഴേ സ്വാമി ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതല്ലേ. ഇത്രയും കാലമായിട്ടും സ്വാമിക്കൊരു പുരോഗതി ഉണ്ടായില്ലല്ലോ. അത് ഓർക്കുമ്പോഴാണ് കഷ്ടം.
എല്ലാത്തിനും ഒരു യോഗം വേണ്ടേടോ. എനിക്ക് വിധിച്ചത് ദേ ഈ സന്താന ഭാഗ്യം. സ്വാമിക്ക് യോഗത്തിന് കുറവൊന്നുമില്ല. നോക്കിക്കോ, നമ്മുടെ ഓഫീസിന്റെ ഇൻഡിപെൻഡന്റ് ചാർജ് സ്വാമിക്ക് കിട്ടുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Yes, MD speaking. Yes. ഒരു വലിയ ബംഗ്ലാവ് സ്വാമിക്ക് താമസിക്കാൻ, പിന്നെ ഒരു ഫോറിൻ കാർ. ഏറ്റവും കുറഞ്ഞത് ഇത്രയുമെങ്കിലും സ്വാമിക്ക് കിട്ടണം. കിട്ടും. അതിനൊരു വഴിയുണ്ട്. എന്താ വഴി? നമ്മുടെ ബോസില്ലേ രാധകുഞ്ഞോ? അവരിനി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല. അവരെ കൊണ്ടൊരു കല്യാണം എനിക്ക് ഇപ്പൊ തന്നെ 2 ഭാര്യമാരുണ്ട്. ഇനി ഒരു കല്യാണം കൊണ്ട് വേണോ? അയ്യോ, സ്വാമിക്കല്ല. പിന്നെ അതായത് അവരും ഞങ്ങളുടെ ഈ അത് ചേട്ടൻ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ അതിന്റെ ഇണക്കത്തിന് പറയാം. ബോസിന് ഇനിയൊരു കല്യാണം വയ്യ എന്ന് പറയുന്ന പ്രായമൊന്നും ആയിട്ടില്ല. ഓ, അതില്ല. ഞങ്ങളുടെ അറിവിൽ പറ്റിയ ഒരാളുണ്ട്. എന്തിനാ വളച്ചു കിട്ടുന്നത്? വേറെ ആരുമല്ല, ഞങ്ങളുടെ അച്ഛൻ തന്നെ. അവര് തമ്മിലാകുമ്പോ അങ്ങ് ചേരും. അല്ല, അത് നമുക്ക് ഒന്നും നോക്കാനില്ല. ബോസ് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അറിയാവുന്ന ആളാണ് സ്വാമി. സ്വാമി മനസ്സ് വെച്ചാൽ കാര്യം നടക്കും. നടന്നാൽ സ്വാമിയുടെ കാര്യം ദേ ഞങ്ങൾ ഏറ്റു. സ്വാമി, ബംഗ്ലാവ്, ഫോറിൻ കാറ്, ഓഫീസിന്റെ ഇൻഡിപെൻഡന്റ് ചാർജ് ഞാൻ ഏറ്റു. ഓണമൊക്കെ അല്ലേ, ഇത്തവണ ബോണസ് നേരത്തെ കൊടുത്തേക്കാം. പറയുമ്പോ മുഖസ്തുതിയാണെന്ന് കരുതും. അല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുന്നവര് വളരെ ചുരുക്കമാണ്. ഞങ്ങളൊക്കെ ബോണസും വാങ്ങി ഓണവും ആഘോഷമായിട്ട് അങ്ങനെ സന്തോഷിക്കുമ്പോൾ കുഞ്ഞ് മാത്രം ആ വലിയ ബംഗ്ലാവിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ. അച്ഛനെ പോലെ തന്നെ കുഞ്ഞിനും ബിസിനസിനെ പറ്റി മാത്രമേ ഉള്ളൂ ചിന്ത. അച്ഛൻ മരിച്ചപ്പോ ചുമതലകൾ ഏറ്റെടുക്കാൻ കുഞ്ഞേ ഉണ്ടായുള്ളൂ. ശരിയാ. പക്ഷെ എന്ന് കരുതി സ്വന്തം ജീവിതത്തെക്കുറിച്ച് പാടെ അങ്ങോട്ട് മറന്നാലോ? ഞാനിവിടെ വരുമ്പോ കുഞ്ഞ് ചെറുപ്പാ. അന്ന് തൊട്ട് കാണുന്നതാ. എല്ലാം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടോ? ഓർത്തു നോക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. സത്യത്തിൽ കുഞ്ഞിനെ കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നിക്കില്ല. ഒന്നിനും അങ്ങോട്ട് വൈകിട്ടുമില്ല. മനസ്സ് വച്ചാൽ ഇപ്പോഴും ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ വരുമ്പോ കുഞ്ഞ് ചെറുപ്പാ. അന്ന് തൊട്ട് കാണുന്നത്. എല്ലാം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടോ? ഓർത്തു നോക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്.